ഇതാണ് ബണ്ടി, ഒരു സാധാരണ മനുഷ്യൻ, ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകാൻ പോകുന്നവൻ. ഈ തട്ടിപ്പിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുമോ? വരൂ നോക്കാം. ഹലോ ഹലോ, ഇത് ബണ്ടിജിയാണോ? അതെ, പറഞ്ഞോളൂ. നമസ്കാരം ബണ്ടിജി. നമസ്കാരം ബണ്ടിജി. ഞങ്ങളുടെ ലക്കി ഡ്രോയിൽ നിങ്ങളുടെ പേര് വീണിട്ടുണ്ട്. താങ്കൾ 50 ലക്ഷത്തിന്റെ ലോട്ടറി ജയിച്ചിരിക്കുന്നു. 50 ലക്ഷത്തിന്റെ സമ്മാനമോ? ആ, 50 ലക്ഷത്തിന്റെ സമ്മാനം. വളരെ വളരെ അഭിനന്ദനങ്ങൾ. സത്യമാണോ? തികച്ചും സത്യമാണ്. ഇതിനായി താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞങ്ങളോട് പറഞ്ഞാൽ മതി. അതുവഴി ഞങ്ങൾക്ക് താങ്കളുടെ അക്കൗണ്ടിലേക്ക് ജയിച്ച തുക അയക്കാൻ കഴിയും. ബാങ്ക് അക്കൗണ്ട് നമ്പറോ? ഫോൺ കട്ടിയില്ലേ, ഞാൻ ഇപ്പൊ തരാം. കേൾക്കുന്നുണ്ടോ? എന്താ? നമുക്ക് 50 ലക്ഷത്തിന്റെ സമ്മാനം അടിച്ചെന്ന്. ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുവരൂ, നമ്പർ നോക്കി പറയട്ടെ. 50 ലക്ഷത്തിന്റെ സമ്മാനം. ഇത്തരം തെറ്റ് അബദ്ധത്തിൽ പോലും ചെയ്യരുത്. ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ഏതൊക്കെ? ഒന്നാമത്, ഏതെങ്കിലും അജ്ഞാതൻ ഒരു പ്രലോഭന ഓഫർ നൽകിയാൽ അതൊരു തട്ടിപ്പായിരിക്കുമെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, OTP തുടങ്ങിയ വിവരങ്ങൾ ആർക്കും നൽകരുത്. മനസ്സിലായോ ബണ്ടിജി? മൂന്നാമത്, എപ്പോഴും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. അതെ ബണ്ടിജി. പിന്നെ നാലാമത്, തട്ടിപ്പുകാരന്റെ വിവരങ്ങൾ ഉടൻ പോലീസിൽ അറിയിക്കുക. എന്തു മനസ്സിലായി ബണ്ടിജി? ഭാഗ്യത്തിന് ഞാൻ തട്ടിപ്പിനിരയാവുന്നതിൽ നിന്ന് മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഞാൻ ഇപ്പോൾ തന്നെ 100-ൽ വിളിക്കട്ടെ. സ്നേഹിതരെ, ഈ 4 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ തട്ടിപ്പുകാരുടെ കെണിയിൽ പെടാതിരിക്കാം.